ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ പ്രപഞ്ചത്തോടും സർവേശ്വരനോടും നന്ദി പറയുന്നു. അപ്പം എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലിയോടും നന്ദി പറയുന്നു, അവരെ ഞാൻ ഓർക്കുന്നു. സിനിമയിൽ കാല് വെച്ച് തുടങ്ങിയ ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഓരോ നിമിഷത്തിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് സിനിമയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാതോർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കോള് വരുമ്പോൾ വിചാരിക്കുന്നത് ദൈവം എനിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആവണേ, എനിക്കുള്ളൊരു സിനിമയിൽ നല്ല വേഷമാവണേ എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമയിലേക്കുള്ള കോള് വരുന്നത് വിവേകിൽ നിന്നാണ്, വിവേക് അനിരുദ്ധ്. അപ്പം എനിക്ക് ഏറ്റവും ആദ്യം താങ്ക്സ് പറയാനുള്ളത് വിവേകിനോടാണ്. ദാറ്റ് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, അതിൽ വിജിത ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് വിവേകിന് ചിന്ത വന്നതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ കാസ്റ്റിംഗ് ഡയറക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവേകിനോട് വളരെയധികം നന്ദി പറയുന്നു. ആൻഡ് സിനിമ ഈ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ, ഞാൻ ഏത് സെറ്റിലേക്ക് പോകുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് സിനിമയിൽ വലിയ പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ടെൻഷനോട് കൂടി തന്നെ എപ്പോഴും പോകുന്നത്. പക്ഷെ ഇതുവരെയ്ക്കും വളരെ രസകരമായ സെറ്റുകളിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. ഉണ്ണീഷ്ണ സാർ എന്ന് പറയുന്ന സമയത്ത് ടി വിയിലൊക്കെ കണ്ട് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കട്ടിയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ, ആൾക്ക് എങ്ങനെയാണ് ആളുടെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ പേടിച്ചിട്ടൊക്കെ നിന്ന്. പക്ഷേ എന്തൊരു നല്ല ഡയറക്ടറാണ്, എന്തൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് മനസ്സിലാവും. തമാശയും കളിയും ചിരിയും, പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മളടുത്ത് പറയുന്ന ഒരു ഡയറക്ടറാണ്. അതൊരു പുതുമുഖത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഈ സിനിമയിൽ ഒരുപാട് നല്ല ഹ്യൂമൻ ബീയിങ്സിനെ കാണാൻ പറ്റി എന്നുള്ളതാണ് ഒരു കാര്യം. സബിത ചേച്ചി കുറേ കഥകൾ പറഞ്ഞു തന്നു. കോമ്പിനേഷൻ സീനുള്ളവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സാധിച്ചത്. ഒരുപാട് പഴയ സിനിമകളിലെ കഥകൾ പറഞ്ഞു തന്നു. ബാലേന്ദ്ര മേനോൻ സർ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. പിന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ആക്ടറാണ് നിവിൻ പോളി. കാരണം നമ്മൾ പറയില്ലേ, നമ്മളെ നേരിട്ട് നോക്കി അഭിനയിക്കുന്ന സമയത്ത് ആള് വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും അഭിനയിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ അതിന് 10 ഇരട്ടി എഫക്റ്റാണ് എന്നുള്ളത് നേരിട്ട് അഭിനയിച്ചപ്പോഴാണ് നിവിൻ മനസ്സിലായത്. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് തോന്നിപ്പോയി. അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ എല്ലാവരും നീതു, ഞങ്ങൾ ത്രൂ ഔട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കമ്പനിയായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ്. നിശാന്ത് ഏട്ടൻ ഒരു പച്ച പാവം കോ ആക്ടർ. എങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും നന്നാവാനും ഇത്രയും പാവമായിട്ടിരിക്കാൻ പറ്റുന്ന അറിയില്ല. ഭയങ്കര നല്ലൊരു മനുഷ്യൻ. അങ്ങനെ കുറേ നല്ല മനുഷ്യന്മാരെ കൂടെ ഇടപഴകാൻ പറ്റി. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു ബ്യൂട്ടിഫുൾ സിനിമയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.